കേന്ദ്ര സർക്കാരിൻ്റെ വമ്പൻ ആനുകൂല്യങ്ങൾ നമ്മുടെ എല്ലാം വീടുകളിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. അത് റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും ഉള്ളവർക്കും എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഓരോ ആനുകൂല്യങ്ങളുമായിട്ട് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്ന സഹായം തന്നെയാണ് ഇപ്പോൾ പലരും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതോടൊപ്പം തന്നെ പുതിയ ക്ഷേമ പദ്ധതിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തെമ്പാടും നിലവിൽ വില നിയന്ത്രിക്കാനാവാത്ത ഒരു വിഭവമായിട്ട് അരി മാറിയിട്ടുണ്ട്. നമ്മുടെ എല്ലാം വീടുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാന വിഭവം കൂടിയാണ് അരി എന്നുള്ളത്. അരിവില വിപണിയിൽ 50-ന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. പല മേഖലകളിലും കിലോയ്ക്ക് 60 രൂപയോളം നമ്മൾ മുടക്കേണ്ടി വരുന്ന സാഹചര്യം തന്നെ. നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴി നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യം ഒരു മാസത്തേക്ക് പോയിട്ട് ഒരാഴ്ച പോലും തികയാത്ത സാഹചര്യവുമുണ്ട്. ഈ ഒരു അവസരത്തിലാണ് കേന്ദ്ര സർക്കാർ ഏറ്റവും ഗുണമേന്മയുള്ള പൊന്നി അരിയോട് കിടപിടിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ 29 രൂപയ്ക്ക് നമുക്ക് അരി ലഭ്യമാക്കിയിട്ടുള്ളത്. ഈ അരി ഭക്ഷ്യ കിറ്റുകളായിട്ട് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ വമ്പൻ പദ്ധതി ഭാരത് അരി എന്ന ബ്രാൻഡാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നത്. റേഷൻ കാർഡ് ഉള്ള വീടുകൾ, റേഷൻ കാർഡ് ഇല്ലാത്ത വീടുകൾ, ഇവിടെയെല്ലാം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും. 5 കിലോയുടെ പാക്കറ്റുകളാക്കുന്നതും അതോടൊപ്പം തന്നെ 10 കിലോയുടെ പാക്കറ്റുകളാക്കുന്നതുമെല്ലാം ഇപ്പോൾ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. വളരെ വൈകാതെ സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ കേന്ദ്രങ്ങളിലേക്കും ഇത് എത്തിച്ചേരും. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം പലചരക്ക് കടകളിൽ ഈ അരി ലഭിക്കുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. പലചരക്ക് കടകളിലേക്ക്, സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ആദ്യഘട്ടത്തിൽ ഈ അരി എത്തിച്ചേരുകയില്ല. നമ്മുടെ സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന NCCF-കൾ, അതോടൊപ്പം തന്നെ NAFED തുടങ്ങിയ കേന്ദ്രങ്ങളുണ്ട്. ഇനി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന കേന്ദ്രീയ ഭണ്ഡാർ എന്ന് പറയുന്ന പ്രത്യേക കേന്ദ്രങ്ങളുണ്ട്. ഇനി അതോടൊപ്പം തന്നെ വിവിധ സഹകരണ വിപണികൾ ഈ രീതിയിൽ വിറ്റഴിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഓൺലൈൻ വഴി വിവിധ ഷോപ്പിംഗ് സൈറ്റുകളിലൂടെ വിറ്റഴിക്കുന്നതിനും നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതോടൊപ്പം തന്നെ റിലയൻസിൻ്റെ ഉൾപ്പെടെ ഓൺലൈൻ സ്റ്റോറുകളുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും കേന്ദ്ര സർക്കാർ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരൊറ്റ ക്ലിക്കിലൂടെ നമുക്ക് വീട്ടിലേക്ക് 290 രൂപയിൽ 10 കിലോയുടെ അരി നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. അതുമാത്രമല്ല, അരിയുടെ ഗുണമേന്മ ഉറപ്പുവരുത്തി കേന്ദ്ര സർക്കാർ ഇത് വിതരണം ചെയ്യുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഇത് മാത്രമല്ല 2000 രൂപയുടെ വിതരണം കൂടി നടത്താൻ പോവുകയാണ്. രാജ്യമെമ്പാടും നടക്കുന്ന ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വിതരണമാണ് PM കിസാൻ കർഷകർക്ക് വേണ്ടി തയ്യാറായിട്ടുള്ളത്. 2000 രൂപയുടെ വിതരണം ഫെബ്രുവരി മാസം 27-ാം തീയതിയാണ് കഴിഞ്ഞ വർഷം ആനുകൂല്യം ലഭിച്ചത്. ഈ ഒരു അവസരത്തിൽ തന്നെ വീണ്ടും വിതരണം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 2000 രൂപ കൂടി എത്തിച്ചേരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ എല്ലാവിധ ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാർ കൃത്യസമയത്ത് നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ലക്ഷ്യമിട്ടാണ് പദ്ധതി കൊണ്ടുവരുന്നത് എന്നൊക്കെ സംസാരമുണ്ടെങ്കിൽ പോലും നിലയ്ക്കാത്ത പദ്ധതികൾ എന്ന രീതിയിൽ വേണം ഇവയെ കാണാൻ. കാരണം തുടർന്നും നമുക്ക് ഓരോ മാസങ്ങളിലും ഈ ആനുകൂല്യം ലഭിക്കുന്നവ തന്നെയാണ്. പദ്ധതികളെല്ലാം തുടർന്നും തുടരുമെന്ന് ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ BPL AY കാർഡുകൾക്ക് സൗജന്യ അരി 5 വർഷത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വമ്പൻ പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നു. ജനങ്ങളുടെ കൈകളിലേക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ. അപ്പോൾ ആനുകൂല്യങ്ങൾ എല്ലാ ജില്ലകളിലേക്കും വളരെ വൈകാതെ എത്തിച്ചേരും. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലൊക്കെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. 14 ജില്ലകളിലും 200ഓളം കേന്ദ്രങ്ങൾ ആരംഭിച്ച് ഈ രീതിയിൽ ഇത് വിതരണം ചെയ്യുന്നതിന്, അരി വിതരണം ചെയ്യുന്നതിനുള്ള തീരുമാനമാവുകയാണ്. 2000 രൂപ എത്തുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. ഇനി ഏതെങ്കിലും അർഹതയുള്ള കർഷകർക്ക് ആനുകൂല്യം കിട്ടാനുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നിർവഹിക്കാൻ സാധിക്കും, പുതുതായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. പക്ഷേ 2018-19 കരമടച്ച രസീതിൻ്റെ പകർപ്പ് നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം. അതും ഈ വർഷത്തെ കരമടച്ച രസീത് വെച്ച് വേണം നമ്മൾ അപേക്ഷകൾ കൊടുക്കാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം എത്തിക്കുക. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ മീഡിയ കമ്പാനിയൻ്റെ YouTube, Facebook പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക.